ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം അടുത്തൊരു ചൂസ് ഓഫ് ഡേ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആബുജിയുടെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോഴും വരാറുണ്ട്. എല്ലാ കൊറിയൻ ന്യൂ ഇയറിനും അതേപോലെ തന്നെ ചൂസ് ഓഫ് ഡേക്കും നമ്മുടെ ഫാമിലിയിലുള്ള ഏറ്റവും ഏജ് കൂടിയ ആരാണോ അവരുടെ വീട്ടിൽ പോയി നമ്മൾ എന്താ പറയുക, ഇൻസ എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് ഇവിടെ, ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവർക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ട്. അപ്പം നമ്മൾ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന പിയർ ആട്ടോ, കൊണ്ടുവന്ന കൊറിയൻ പിയർ, നല്ല മുതുക്ക് കൊറിയൻ പിയർ കൊണ്ടുവന്നിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റുള്ള. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ കാണാം, ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ട, ഇത് ഇവിടെ പിയർ കട്ട് ചെയ്തതാട്ടോ. ഇതിൻ്റെ സ്കിന്ന് നോക്കിയേ, അത് ഇളകി പോത്തേ ഇല്ല. അതായത് ഒരു മാല പോലെ ആട്ടോ അങ്ങനെ കട്ട് ചെയ്യുന്നതും. അതും ഒരു കഴിവാണ്. ഞാൻ ഈ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതുവരെ അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ടീ ആണ്, ജുജുബെ ടീ എന്ന് പറയും. പിന്നെ ഇവിടെ വന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ക്രിസ്ത്യൻ ഫാമിലിയാണല്ലോ. അപ്പോൾ നമ്മൾ ഒപ്പാടെ ഏത് ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിൽ പോയാലും നമുക്കൊരുപാട് അനുഗ്രഹം കിട്ടും കേട്ടോ. നമുക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പം ഇപ്പോഴും ഇവിടെ നിന്ന് എനിക്ക് ഒപ്പാക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അനുഗ്രഹം മാത്രമല്ല കേട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് ഐറ്റവും കിട്ടും. പ്രത്യേകിച്ചും എനിക്കിഷ്ടമാണ്, ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഇവർ ഓർത്ത് വെച്ചിട്ട് അത് ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് നൂഡിൽസ് ആണ് കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഐറ്റമാണ്. അത് കാരണം തന്നെ ഞാൻ എപ്പോൾ വരുമ്പോഴത്തേക്കും ഈ ഐറ്റം ഉണ്ടാക്കി വെച്ചേക്കും. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഈ ജുജുബെ എന്ന് പറയുന്ന അതിൻ്റെ ടീ ഞാൻ കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ വീട്ടിൽ ഞാനിത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ടീ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അറഞ്ചം പുറഞ്ചനും അത് എല്ലാം കഴിച്ചു കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഐറ്റമാണ്, ഫ്രൈഡ് ഷ്രിമ്പാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊറിയയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡും കിട്ടും, ഒരുപാട് അനുഗ്രഹവും കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചൂസൊക്കെ വീഡിയോ വരുന്നുണ്ട്. അടുത്ത വീഡിയോ കാണാം.